ഈ അച്ഛന്മാരെ ആരാധിക്കുന്ന അച്ഛന്മാരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് അവരുടെ വായിൽ നിന്നും വരുന്ന ഭാഷണങ്ങൾ പാണ്ഡിത്യത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നും പ്രവഹിക്കുന്ന ദാഹജലം പോലെ കരുതി ഇടവപ്പള്ളികളിൽ വിരാജിച്ചു കൊണ്ടിരുന്ന വൈദികർ പലരും ഉണ്ട്. വലിയ അറിവാളികളാണ് എന്താ പറയുന്നത്, ഒറേറ്ററി പ്രഭാഷണങ്ങൾ നടത്താനായിട്ടുള്ള വാക്ചാതുര്യമുള്ള അച്ഛന്മാർ. അവരെക്കുറിച്ച് ഈവൻ ആ ഇടവക പള്ളിയിലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും എന്തൊരു ആരാധനാഭാവമാണെന്നറിയാവോ. അവർക്ക് ആ അച്ഛൻ പറയുന്നത് വേദവാക്യമാണ്. അയാൾ മണ്ടത്തരം പറഞ്ഞാലും അവരത് സത്യമായിട്ട് വിശ്വസിക്കുന്ന ആ ഒരു അടിമത്ത ആരാധനാഭാവം. എനിക്കൊന്നും അതൊന്നുമില്ല. ഞാനൊന്നും അങ്ങനെ അച്ഛന്മാരെ ഒന്നും ദൈവതുല്യമായിട്ട് കണക്കാക്കിയിട്ടില്ല. അങ്ങനെ കണക്കാക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. അവരെ ആരാധന അർപ്പിക്കാനും നമ്മളെ അതിൽ സഹായിക്കാനും വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ശുശ്രൂഷകർ മാത്രമാണ് അവർ. ആ ശുശ്രൂഷകരാണെന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ പള്ളിയിൽ ഇവരെ കാണാനായിട്ട്. അല്ലാണ്ട് വെള്ള ഉടുപ്പിട്ട് അവരെന്ത് പറഞ്ഞാലും സ്വീകരിക്കാമെന്ന് പറയുന്നത് അതൊരു വിഡ്ഢിത്തമാണ്, ഒരു കഴുതയുടെ സ്വഭാവം. ആ കഴുതയുടെ സ്വഭാവം വിട്ട് വിശ്വാസികൾ യഥാർത്ഥ ഭക്തരായിട്ട് മാറണം, ദൈവഭക്തി ഉള്ളവരായിട്ട് മാറണം. അല്ലാണ്ട് ഈ കഴുതയെ വടി കാണിച്ച് പേടിപ്പിച്ച് ഒരു മനുഷ്യൻ നടത്തുന്നത് പോലെ ആണ് ഇപ്പം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്മാർ ചെറുപ്പക്കാരായാലും വയസ്സ് ചെയ്യുന്നവരായാലും പണ്ഡിതന്മാരാണെന്നുള്ള നടിപ്പോടുകൂടി ഇടവകകൾ ഭരിക്കുന്നവരുണ്ട്. അവനൊരു ചുക്കും പാണ്ഡിത്യമില്ല. പക്ഷേ അവൻ ആ ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇടവക്കാർക്ക് എല്ലാവർക്കും അവനോട് ഭയങ്കര ആരാധനാഭാവമാണ്. അത് തെറ്റാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കുറേയൊക്കെ നമ്മുടെ തിരുവചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മളെ ഇങ്ങനെ ഇവൻ്റെയൊക്കെ അടിമകളാക്കി മാറ്റുന്നത്. ഇവനെ ആരാധ്യ പുരുഷനാക്കി മാറ്റുന്നത് തന്നെ നമുക്ക് തിരുവചനത്തിൽ ശരിയായിട്ടുള്ള ആഴമായ അവബോധമില്ലാത്തത് കൊണ്ടാണത്. അത് ചെറുപ്പം പോലെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറയണ 5 വയസ്സ് തുടങ്ങി നമ്മൾ സ്കൂളിൽ വിടുന്ന മാതിരിയുള്ള ഒരു എഡ്യൂക്കേഷൻ, പ്രോപ്പർ എഡ്യൂക്കേഷൻ തിരുവചനത്തിലും സഭയുടെ കാര്യത്തിലും ഭക്തിയിലും വേണം. അതിൻ്റെ അകത്തൊരു നൈർമല്യം, സിൻസിയറിറ്റി, ഫെയ്ത്ത്ഫുൾനെസ് ഒക്കെ ഉണ്ടായിരിക്കണം. അറിയാം, സഭയോട് പോലും ഒരു വിധേയത്വം, ആത്മാർത്ഥമായ വിധേയത്വം വേണം. സഭയോടായിരിക്കണം, അല്ലാണ്ട് അവിടുത്തെ മെത്രാന്മാരോ അച്ഛന്മാരോ ഒന്നും ആയിരിക്കരുത്. ചിലർക്ക് അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഒരുതരം സിനിമാ നടന്മാരെ പോലെ, മോഹൻലാലിനെ പോലെയും ഷാറുഖ് ഖാനെ പോലെയും ഒക്കെ കണക്കാക്കിക്കൊണ്ട് ഭയങ്കര ആവേശം. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇടവകാരിയെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി കഴിയുമ്പം ഇവിടുന്ന് ആ ഇടവകയിൽ ഉള്ള ഒരു നല്ലൊരു നിശ്ചിതമാനം ആൾക്കാരും കാറയിൽ എഴുന്നള്ളിച്ചാണ് അടുത്ത പള്ളി കൊണ്ട് വിടുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണോ? അതൊരു മെത്രാനെ കൊണ്ടുപോയി ആക്കുന്ന മാതിരിയാണ്. അത് ഇവിടുന്ന് അങ്ങേരെ ഭയങ്കരമായിട്ട് എതിരേറ്റ് കാറേ കയറ്റി അങ്ങേരെ വാനോളം പുകഴ്ത്തി അവിടെ കൊണ്ടുപോയി ഇറക്കി. അവിടെയും കുറേ പേര് കാത്തു നിന്ന്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇതൊക്കെയാണ് ഇവരെ വഴിതെറ്റിച്ചത്. ഇതിൻ്റെ ഒന്നും അങ്ങനെ ആവശ്യവും ഇല്ല. അവരവരുടെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്നു. അതിന് ശരിയാ, നന്ദി പറയണം, അവരെ അഭിനന്ദിക്കണം, അത്രേ ഉള്ളൂ. അതിനകത്ത് പള്ളിയിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേര് ഉടനെ അയാൾ ട്രാൻസ്ഫർ ആകുമ്പോൾ വരാനും കണ്ണുനീര് വീഴ്ത്താനും അങ്ങനെ തോളിലേറ്റി കൊണ്ടുപോയി അടുത്ത പള്ളി കൊണ്ടുപോയാക്കാൻ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. അതാണ് ഇവരെയൊക്കെ വഴിതെറ്റിച്ചത്. അവർ വിചാരിച്ച് ഞങ്ങൾ സംതിങ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. അപ്പോൾ അതൊന്നും പാടില്ല. അതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു.